കൊച്ചുങ്ങളകത്ത് കിടങ്ങോണ്ട് ഏട്ടൻ്റെ കൂടെ ബൈക്കിൽ പോവാണേ. കുറച്ച് കഴിഞ്ഞേ വരത്തോളൂ, ചിലപ്പോൾ വൈകിട്ടേക്ക് വരത്തോളൂ. ഓ നീ പോപ്പാ, കൊച്ചുങ്ങൾ ഇപ്പോഴും നോക്കി തരാം. ഓന്നുണ്ടില്ലേ ബൈക്കിരുന്ന്? അല്ലെങ്കിൽ ഞങ്ങളത് പറഞ്ഞിട്ടാണോ പോകുന്നത്? ഇന്നെന്തോ ഒരു പുതുമ, കൊച്ചുങ്ങൾ ഉണ്ടാവേണ്ട തന്നെ ആയിരിക്കും. വേറെ ഒന്നിനും അല്ലല്ലോ. ഇന്നത് ബിബിനെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. ഇവരൊക്കെ കാണാൻ കിടട്ട്. ഇതിപ്പം ഇവിടെ കിടക്കട്ടെ. എൻ്റെ ദൈവമ്മ എൻ്റെ കാലിലോട്ടൊന്നും ഇപ്പം വീണേനെ. എന്തൊരു ചൂടാ ഇവിടെ. മതിയായി. ഈ മുടിയൊക്കെ വെട്ടാന്ന് വെച്ചാൽ ഇത് കണക്ക് അവൻ കൊണ്ടുപോയി ബോബിയാന്ന് പറഞ്ഞാൽ ഇത് കണക്ക് കിടക്കും എൻ്റെ മുടി. ദൈവമ്മേ, അല്ലേ ഇതിന് ബോബെന്നാണോ പറയുന്നത്? എന്തോ ഈ പറയുന്നേ? വയസ്സായവരല്ലേ, അമ്മയ്ക്ക് എന്തോ അറിയാം. വലിയവർക്കൊക്കെ എന്തോ അറിയാം. വലിയവർക്കൊക്കെ എല്ലാം അറിയാം. നമുക്കൊന്നും അറിയത്തില്ലപ്പാ. എന്തായാലും ബിബിനെ അടുത്ത് പോയി പറഞ്ഞ് നാറ്റിച്ചിട്ടേ ഉള്ളു കാര്യം. എൻ്റെ കണ്ണാടി എന്തേ? എന്നാ കണ്ണൊന്നും കാണായോ? കണ്ണാടി എന്തേ? കണ്ണാടി പോയി എടുത്തോണ്ട് വരാം. പിള്ളേരോടൊന്നും ഉറങ്ങുന്നുണ്ടില്ലേ? എന്തായാലും കണ്ണാടി പോയി എടുത്തോണ്ട് വരട്ടെ. കണ്ണാടി കിട്ടി. പോത്തുപോലെ ആണെന്ന് ഉറങ്ങുമോ പിള്ളേർ? അതൊന്നും പറഞ്ഞിട്ടേക്കാം. നീ പിടിച്ചോണ്ട് പോട്ട്. ഇത്ര ഓരത്തോളം കണ്ണാടിക്ക് പവറൊന്നും പണ്ടത്തെ കണക്ക്. ദൈവമേ, ഒരെണ്ണം രണ്ടായിട്ട് കാണുന്നുണ്ട്. ദൈവമേ, തേച്ചടും മതിയാവുന്നില്ല. അങ്ങനെ വെച്ചോക്കാം. മുടിയൊക്കെ ഇങ്ങോട്ട് വേണ്ടട്ടെ. ബിബിനെ അടുത്ത് 2 വർത്താനം പറഞ്ഞിട്ടുള്ള കാര്യം. നാറ്റിക്കും പിള്ളേരെ നിങ്ങളെ. എൻ്റെ അടുത്ത് ആരുടെ കളി? എന്നാലും ബിബിനയുടെ വീട്ടിൽ പോയി നോക്കാം. അവളെപ്പോഴും വീട്ടിലിരിക്കുന്ന. വീട്ടിലോട്ട് പോവാം. Few minutes later. രമണി അല്ലയാ പോന്നെ? രമണി, ആ പെങ്കൂസതാ അവ പെണ്ണുമായിട്ടങ്ങ് പോയിടി. നാറ്റിക്കണം ഇന്ന് റോഡ് ഇത്ര. പോയി എല്ലായിടത്തും പറയടി. ബബിൻ്റെ അടുത്ത് പറയണ്ട. ബബീൻ്റെ ഇല്ലല്ലോ എന്തോ ഇതുവായിരുന്നു ആ പെണ്ണിൻ്റെ പേര്, ഞാൻ മറന്നും പോയല്ലോ. എന്താണ്ടോ ആയിരുന്നു. അവിടെ അടുത്തും പോയി പറയട്ടെ. വീട്ടിൽ ബബിതല്ലോ. എൻ്റെ ദൈവമ്മേ, ബബിത ഇത് ആരേ ബബിത? എൻ്റെ വായിൽ ഇതേ വരുത്തോളൂ. വീട്ടിലാരും ഇല്ലേ? കണ്ണ് കാണാനും പറ്റും. എൻ്റെ ദൈവമേ, ചെവിയെ കൊത്തി കയറിയൊന്നുമില്ല. കണ്ണാടി ഒന്ന് വാങ്ങിക്കണമെന്ന്. അവളില്ലേ? കഥ തട്ടോ. ഞാനാടി സുശീല. അവളുടെ പേരും മറന്നു. എന്ത് ദൈവമേ, ചുമ്മാ അവളുടെ പേര് മറന്നു പോകണം. ഞാൻ വീട്ടിലില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആ റോഡിലോട്ട് വല്ലതും പോയി നോക്കാം. അവിടെ വല്ലതും കാണുമായിരിക്കും അവള്. അവളല്ലേ പോകുന്നത്? മാറ്റിച്ചേക്കാം. ഞാനാടി സുശീല. മോളെ, ഞാനാടി. അവളെന്താ നോക്കാതെ പോയത്? ചമ്മിയോ? അവള് തന്നെയാണോ അത്? വേറെ ഒരു വേണേ? അവൾ തന്നെ ആയിരിക്കും. ആയിരിക്കും. കണ്ണ് ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു. എന്ത് ഇത്ര ചൊറിച്ചില്ല? ഇല്ല, കൊച്ചുണ്ടെന്ന് തോന്നി ഞാൻ വിളിക്കുന്നത്. ഒന്നുമില്ല മോനെ, ഞാൻ ഇതിലെ കൂടെ പോയപ്പോഴേ ചുമ്മാ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചതാ. അല്ല, ഇങ്ങനെ പിന്നെ ഡാൻസ് കളിക്കുന്ന എന്ത് കാണിച്ചതാ കേട്ടോ. നീ നടക്കാനും വൈകില്ല. ബൈക്കുകാരൻ പോവാണെങ്കിൽ ആ ബൈക്കുകാരൻ്റെ കൂടെ കയറി ലിഫ്റ്റ് ചോദിച്ചങ്ങ് പോകാമെന്ന്. 5th ഇല്ലേ? അയ്യോ, 5th അല്ലല്ലേ? 5th ആണെന്ന് തോന്നുന്നു. 5th എന്നൊക്കെയാ പിള്ളേർ പറയുന്നത്. 5th ആണോ ലിഫ്റ്റ് ആണോ? 5th ആണെന്ന് തോന്നുന്നു. ആരെങ്കിലും ചെറുക്കന്മാരുണ്ടായിരുന്നെങ്കിൽ അവരുടെ കൂടെ കയറി. പക്ഷെ പിന്നെ അതിൻ്റെ പ്രായമല്ലേ ഇപ്പം. എന്നാലും അവളെന്താ ഇങ്ങനെ നോക്കാൻ പോയില്ലേ? എന്തായാലും രമണിയെടുത്ത് പറയാം. രമണിയുടെ വീട്ടിലോട്ടൊന്ന് ചെല്ലാം. ഇങ്ങനെയുണ്ടോ ഒരു അമ്മായിയമ്മ? ബാങ്കിൽ എത്തിയത് നന്നായി. ഇപ്പം കളറിനെ കുറിച്ച് അവിടെ കിടന്ന് കുറ്റം പറയുമായിരിക്കും. ഞാൻ കേൾക്കുന്ന കണ്ട് ഒരു പകുതി പറയുന്നത്. അങ്ങടുത്ത് പറഞ്ഞിട്ടാണോ പോകുന്ന? പിള്ളേരെ നോക്കത്തില്ല കേട്ട്. എന്താ എത്ര വേഗമായാലും വീട്ടിൽ ചെല്ലാം കേട്ടാ. പിള്ളേരെ അടുത്ത് റോട്ടിൽ കളഞ്ഞൊന്നും കാണിക്കാൻ അറിയാൻ വയ്യ. ഞാൻ സ്വഭാവമുള്ളവരാ. നിർത്താല്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ളവർക്ക് എങ്ങനെ പറയാതിരിക്കും ചേട്ടാ? വീട്ടിലോട്ടും ചെല്ലട്ടെ. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ആ ബാങ്ക് എന്താ ചേച്ചി? അക്കൗണ്ടോ? മനസ്സിലായി. ചെയ്യാം. നിങ്ങളുടെ അമ്മായിയമ്മമാർ ഇങ്ങനാണോ?
അവരിവിടെ ഇല്ലെന്ന് തോന്നുന്നു. തട്ടി നോക്കാം എന്തായാലും. ഡേ ഡേ ഓ, എല്ലാവരും വീട്ടിൽ ചെന്ന് ഇങ്ങനെ തട്ടുന്ന എന്തിനാ? ഞാൻ തന്നെ നാളെ കിട്ടും. എൻ്റെ ദൈവമേ, കണ്ണാടിക്ക് പവറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലോടെയല്ല, പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി നോക്കട്ടെ ആരെങ്കിലും. അമ്മാമേ, ഓ എണീറ്റോണ്ട് വന്ന അത് പിള്ളേരെ പിള്ളേരെ എന്തെങ്കിലും കമ്പെടുത്ത് അടിക്കുവേ പോയേ. ആ ഇത് കിട്ടി. പിള്ളേരെ ഭാര്യയാക്കി വെക്കണം. അമ്മയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കളിക്കാൻ വരുന്നത്. വന്നോളും. ഇതിലേക്ക് ഇനി വളർത്തണോ എന്തോ. അതിന് അവിടുത്തെ സിങ്ക് ഇത്രയും പാത്രം കിടക്കുന്നു. കഴുകി വെക്കാം. ഓ, അവിടെ ഇത്രയും പാത്രം എവിടെ ഇരുന്നൊന്നും കഴിവ് എന്നെ കൊണ്ട് വയ്യേ എന്തോ. കണ്ണൊന്നും കാണാൻ വയ്യ. നേരത്തെ തന്നെ മുകളിലോട്ട് പോവോ എന്തോ. കണ്ണാടി അങ്ങ് ഊരി വെച്ചല്ലേ. കണ്ണാടി വിളിച്ചിട്ട് ഇച്ചിരി എങ്കിലും കാണാൻ തോന്നാം. അങ്ങോട്ട് ഇരിക്കട്ടെ, വെള്ളമൊന്നും പറ്റാതിരുന്നാൽ മതി. എന്നെ നോക്കിയിട്ട് പോവാത്തോളല്ലേ പോകുന്നത്. അവളെ എന്നെ ശരിയാക്കി കൊടുക്കണം. ഈ ബൈക്കൊക്കെ എന്തിനില്ല കൂടെ പോകുന്നത്? എന്തൊരു ശബ്ദമാ. നമ്മൾക്ക് ഇങ്ങനെ പോകൂ. അവളെന്താ അവിടെ നിൽക്കുന്നത്? എന്നും നോക്കിയിട്ടുണ്ടാവും. ഇച്ചിരി വലിയ മതിലും കൂടെ വെക്കണം. എങ്കിലേ അവൾ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കും. റോഡിൽ കൂടെ പോയാൽ മതി. ഇനി അവൾ എന്നെ വിളിക്കാൻ പറ്റും. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു. ഇപ്പം അല്ലേ ഞാൻ മൈൻഡ് തന്നെ. അവൾ വരട്ടിങ്ങോട്ട്. പെങ്കൂസിൻ്റെ കൂടെ വൈകി പോയേക്കുമായിരുന്നു. വരട്ടാൻ എൻ്റെ കഴിവ് എനിക്ക് മതി. എന്തായാലും പിള്ളേരെ ഒന്ന് ഉറക്കി കിടത്തണം. കുറേ കിടത്തണ്ട. അവിടെ വല്ലതാണ് കളിക്കട്ടെ. തറയിൽ ഇച്ചിരി വെള്ളം വല്ലതും ഒഴിച്ചിട്ടല്ലോ. വേണ്ട. ആ പെണ്ണിൻ്റെ തുണി മൊത്തവും നനച്ച് വെള്ളം കൂടെ അലമാരിലങ്ങ് വെച്ചേക്കാം. അപ്പം അവളുടെ അഹങ്കാരം അങ്ങ് തീരുന്നേക്കും. ഇന്ന് അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഓ, കണ്ണാടി ഇപ്പം എങ്ങനെ അല്ലെങ്കിൽ വേണോ? അവളുടെ ചെയ്യണോ? വേണ്ട. പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ ചെറുക്കം കൊണ്ട് എന്നെ എനിക്ക് വഴക്ക് പറയാം. താഴോട്ട് എന്തായാലും അല്ലെങ്കിൽ മുകളിലോട്ട് അടിക്കാം. എനിക്കെന്ത് ഈ വട്ടാണ് വെച്ച സാധനം കാണുന്നത്. നിങ്ങൾ പണി ചെയ്യാൻ തന്നെ വരുമ്പോൾ ആരെങ്കിലും മതി. അവിടെ കാണാൻ തട്ടട്ടെ. ഞാൻ ബാക്കിലല്ലേ അതൊക്കെ ഒന്ന് തട്ടട്ടെ. ചേട്ടാ കുറേ മുകളിലൊന്ന് വിളിക്കുന്നല്ലോ. ചെയ്യാനാന്ന് പറയണേ ഇത്. അവിടെ കാണുന്ന മാത്രം കളിക്കും. ആൾക്കൊന്നും ചുമ്മാ ഒന്നും ഇങ്ങനെ ചേച്ചി ചേച്ചിന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ഇവിടെ സുന്ദര പണി കിടക്കണം. മരുമോന്ന് പറഞ്ഞ് ഒരു വക ചെയ്തിരുത്തില്ല. അപ്പോൾ ആരാന്നറിയാവോ അവള്? അവളിങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. വരട്ടെ. ഓ, ഒരച്ച കഴിവത്തൊന്നും എന്ത് പെണ്ണ് കഴിവൻ മനുഷ്യന്റെ പന്തിയിലടി വന്നിട്ട് കഴിവ്. എൻ്റെ അമ്മ എൻ്റെ കൈ ഭയങ്കര എന്താ ചെയ്യാനാ? ഇനി മോൻ കിടന്ന് ഇവിടെ പെങ്കൂസം കിടന്ന് ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാകും. അതുകൊണ്ടാ ദേഷ്യം കയറി വരുന്നു. ഒരച്ചൊരച്ചൊരച്ചൊരച്ച് പന്തീരടി വന്നു. ഇത്രയായിട്ട് വിളക്കില്ലല്ലോ. അവിടെ കിടക്കട്ടെ, എനിക്കൊന്നും വരാതെ ഇവിടെ ഇറങ്ങട്ടെ. ഓണം വൃത്തിയാക്കിയില്ലെങ്കിലേ ഇനി ആ പെങ്കൂസമ്മ ചോദിക്കും, അമ്മ അമ്മയൊന്നും ചെയ്യാത്ത, ഞങ്ങൾ ഒരു അത്യാവശ്യം പോയല്ലേ, അത്യാവശ്യം ബീച്ചിലോ പാർക്കിലോ ഇറങ്ങാൻ പോയല്ലേ ആയിരിക്കും. പിള്ളേരോട് ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഇപ്പോൾ കൊച്ചു പ്രായമെന്നാണ് അവരുടെ വിചാരം. എൻ്റെ ദൈവമേ, കഴിവൊക്കെ മടുത്തു പോയി. ആ തള്ള അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ എവിടെയെങ്കിലും വല്ലതും പോയെന്നായിരിക്കും അവരുടെ വിചാരം. അങ്ങനെ ചേട്ടാ 10 വർഷം കൊണ്ട് ക്ഷമിക്കുന്നില്ലേ? നീ ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവമ്മ എന്ത് ചൂട്. റെഡിയായോ ചേച്ചി? ആധാർ കാർഡ് വേണോ?
വേണോ? ആ അളവ് ഞാൻ ശരിയായി കൊടുക്കുന്നുണ്ട്. അല്ലൊന്നുമില്ല ചേച്ചി, ഇവിടെ പറഞ്ഞ ഞാൻ ചെയ്താ കേട്ടോ. ഓ ഇനി തുണി കഴിവാണ്. ഞാൻ മോനെ ശരിയായി കൊടുക്കും. അവനിങ്ങ് വരട്ടെ. ഞാൻ ഇവിടുത്തെ നാക്ക് തിരിഞ്ഞു കിട്ടത്തില്ല. സകല പണിയും ചെയ്തതെന്ന് പറയണം. ഈ കസേരയിലോട്ട് വല്ലതും വിരിച്ചിടും. ഇങ്ങോട്ട് വല്ലതും വിരിച്ചത് ഇവിടെ കിടക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഇതെന്ത് ഇവിടെ ഇരിക്കുന്നത്? വിരിച്ചിട്ട് ഇവിടെ വേണ്ട, ഇവിടെ കിടക്കട്ടെ. ഇനി അടുത്ത പണി എന്താന്ന് നോക്കാം. തുണിയായി തീർന്നു. അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി ഞാൻ കൊടുത്തിരിക്കും. എനിക്ക് ദേഷ്യം കയറുണ്ടോ? ഇവിടുന്ന് കണ്ണാതി എന്തി? പാത്രം കഴിയാൻ മുറ്റത്തിൽ കിടക്കുവാണോ? എൻ്റെ ദൈവമേ, ഈ പണിക്കാരനുണ്ട്, വീട്ടാരും അടിച്ചും കൊല്ലണം. ഈ സൗണ്ടാണ് ഇവർക്കൊക്കെ. എനിക്ക് ദേഷ്യം കയറി വരും ഇവിടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. എന്നാലും ഇനി അവൾക്കുള്ള പണിയും കൊടുക്കട്ടെ. ഇതാ വരുന്നുള്ളൂ. കാണാത്ത രീതി നിൽക്കാം. വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, കണ്ണാടി വരാനും എടുക്കാം. അല്ലെങ്കിൽ ഈ കണ്ണാടി ചീത്തയായിട്ടിന് അടുത്ത് ഞാൻ കൊടുക്കണോ അതിൻ്റെ പൈസ? ഇതൊക്കെയാ പറയുന്നത്. എനിക്ക് തന്നെ ദേഷ്യം കയറി വരിക. ഇത് അങ്ങോട്ടെങ്കിലും വെക്കണം. അമ്മ ഇതിങ്ങ് താ, കവി ഇതിങ്ങ് താ, എനിക്കിത് വേണം. ഇത് എവിടെയെങ്കിലും വെക്കാം. വന്ന കറങ്ങാൻ പോയതാണ്. പിന്നെ നീ മീൻ തൊലിക്കാൻ പോയാ? ഓടി പണി നോക്കി പോ. നീ സംസാരിക്കുമ്പോൾ എന്നെ വേണം പറയാൻ. അമ്മേ, അവിടെ ചെടിയുണ്ടെന്ന് തോന്നുന്നു. ചെടിയൊക്കെ പിച്ചനൊക്കെ കാണിക്കാം. ഞാൻ മൊത്തം കൂടി. എൻ്റെ ദൈവമേ, ഇപ്പം ഞാൻ വീണേനെ. ചെടിയൊക്കെ ഉരിച്ചു. ഇത് വേണ്ടാത്ത, ഇത് വേണ്ടാത്ത. എന്തു വാട്ടി ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. അവള് കേറി വന്നേക്കുന്നു ഇങ്ങോട്ട്. എന്റെ ദൈവമേ, കണ്ണാടിക്ക് എന്തോ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാത്തോട്ട് പോവാം. തുണി ഉണങ്ങിയെന്ന് തോന്നുന്നു. അടക്കി വെക്കാൻ പോയി. ചുരുങ്ങിയ ഭാഗമുണ്ട്. അവിടെ തുണി നനഞ്ഞാൽ മേടിക്കട്ടു. എനിക്ക് വയ്യ. കൂട്ടി അവിടെ ഉണങ്ങി വന്ന് എടുത്തോളൂ. ഇച്ചിരി ഇലയപ്പം ഉണ്ടാക്കാം. എന്തായാലും പാത്രമൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇന്നലെ കഴിച്ചതിൻ്റെ തുറക്കാൻ പറ്റുന്നില്ല. നല്ല മണമുണ്ടല്ലേ ഇപ്പം കഴിച്ചതിൻ്റെ. എന്തായാലും ഇലയപ്പം ഉണ്ടാക്കണം. എന്നെ കൊണ്ട് വേറെ വല്ലതും ചെയ്യാം. കൈയൊക്കെ വറുത്തേൻ്റെ കാര്യം. അടുക്കളയല്ലേ, ഒത്തിരി വെള്ളം ഒഴിച്ചിടാം. അപ്പോൾ അവിടെ ടാങ്ക് ഇത്തിരി കൂടെ എടുക്കണം. അവള് തന്നെ ഇങ്ങനെ തുടയ്ക്കണം. എൻ്റെ അടുത്ത് കളിക്കാൻ വരുന്നു അല്ലേ അവള്? അയ്യോ, ഇത് തന്നെ ചെയ്ത് എനിക്ക് തന്നെ പറഞ്ഞിട്ടില്ലേ. കഴിവുള്ളതല്ലോ കഴിവാമോളെ. അയ്യോ, എങ്ങനെ ചെയ്യല്ലേ? അമ്മേ, എൻ്റെ ദൈവമേ, എൻ്റെ മുതുകെല്ലാം പോയി. ചെയ്യാൻ അയ്യോ, എൻ്റെ ദൈവമേ, ഇത്രയും നിർത്തടി. കുറെ നേരമായി എൻ്റെ കാണുന്നു. നിനക്കെന്തടി? എന്തടി നിനക്ക്? അയ്യോ അയ്യോ അയ്യോ, അയ്യോ, നടുവൊടിഞ്ഞേ. അയ്യോ, എനിക്ക് വയ്യ അമ്മേ. അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ അമ്മേ, അയ്യോ നടക്കാൻ വയ്യ. അയ്യോ, ഇതാണ് പറയുന്ന കൊടുത്താൽ കൊല്ലത്തും കിട്ടും. വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യരുത്.